ഹായ് ഓൾ, ഫസറ ഫാഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ടൈലറിംഗ് ഇൻസ്ട്രക്ടർ പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസിൻ്റെ ഫൈനൽ ആൻസർ കീ ഡിസ്കഷൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ്. ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഫസ്റ്റ് ഭാഗം കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സംശയമുണ്ടെങ്കിൽ കമൻറ്റായി അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കഷൻ സെഷനിലോട്ട് കടക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആൻഡ് ഡിസ്കഷൻ, ടൈലറിംഗ് ഇൻസ്ട്രക്ടർ പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസസ് 685/2023 കാറ്റഗറി നമ്പർ. പാർട്ട് സെക്കൻഡ്. വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ഫോർ ഓപ്പണിംഗ് അപ്പ് ദ മെഷീൻ സ്റ്റിച്ച്? നമ്മൾ പറയാറുണ്ട്, ഫസറ ഫാഷൻ്റെ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു എന്ന്. ഇപ്പം നമ്മൾ ടൈലറിംഗ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സിൽ പഠിച്ചൊരു ഭാഗമാണ് വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ഫോർ ഓപ്പണിംഗ് അപ്പ് ദ മെഷീൻ സ്റ്റിച്ച്. മെഷീൻ സ്റ്റിച്ച് ഓപ്പണിംഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് ഏതാണെന്നുള്ളത്. ഓപ്ഷൻ സ്നിപ്പേഴ്സ്, സീം റിപ്പർ, സീം ഗേജ്, ത്രെഡ് കട്ടർ. ആൻസർ വന്നിരിക്കുന്നത് സീം റിപ്പറാണ്. നമ്മൾ എക്സാമിന് കുറച്ച് നാൾ മുന്നേ ഒരു മോക്ക് ടെസ്റ്റ് നടത്തിയിരുന്നു, റിവിഷൻ ടെസ്റ്റ് നടത്തിയിരുന്നു. അതിൽ ഉൾപ്പെടുത്തിയൊരു ക്വസ്റ്റ്യൻ കൂടിയായിരുന്നു ഇത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: വാട്ട് ടോൾ ഡു യു നീഡ് ഇഫ് യു മേക്ക് എ മിസ്റ്റേക്ക് ഇൻ സീയിങ് ആൻഡ് വാണ്ട് ടു കറക്റ്റ് ഇറ്റ്? സീയിങ് മെഷീനിലെ സ്റ്റിച്ചുകൾ തെറ്റായാൽ, മിസ്റ്റേക്ക് വന്നാൽ അതിനെ കറക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അതാണ് സീം റിപ്പർ. ഡാഷ് യൂസ്ഡ് ഫോർ അയണിങ് പൈൽ ഫാബ്രിക്. പൈൽ ഫാബ്രിക് അയൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഇതും നമ്മുടെ ടൈലറിംഗ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് പ്രസ്സിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡ്യൂപ്ലക്സ് ബോർഡ്, നീഡിൽ ബോർഡ്, സ്ലീവ് ബോർഡ്, പിങ്കിങ് സിസേഴ്സ് ആണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ആദ്യമേ പറയാറുണ്ട്, നമ്മളൊരു ക്വസ്റ്റ്യൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓപ്ഷൻ കിട്ടിയിരുന്ന കറക്റ്റ് ആൻസർ മാത്രം പഠിക്കാതെ എല്ലാ ഓപ്ഷനും എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമ്മുടെ ഇതിൽ ആൻസർ വന്നിരിക്കുന്നത് നീഡിൽ ബോർഡ്. എന്താണ് നീഡിൽ ബോർഡ് എന്ന് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നീഡിൽ ബോർഡ് ഈസ് യൂസ്ഡ് ഫോർ അയണിങ് പൈൽ ഫാബ്രിക്സ് ലൈക്ക് വെൽവെറ്റ്. പൈൽ ഫാബ്രിക്കുകൾ പോലെയുള്ള, വെൽവെറ്റുകൾ പോലെയുള്ള തുണികൾ അയൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് നീഡിൽ ബോർഡ്. 1 ഫീറ്റ് എന്ന് പറഞ്ഞാൽ എത്ര എന്നാണ് ചോദ്യം. ഒരു കോമൺ ആയിട്ടുള്ളൊരു ചോദ്യമാണ്, എല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ സ്യൂയിങ് മെഷീൻ അല്ലെങ്കിൽ ഫാഷൻ ഡിസൈൻ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഈ ഒരു ആൻസർ അറിയാം. കാരണം ടൈലറിംഗ് ഉള്ളവർക്കും അറിയാം, ഫാഷൻ ഡിസൈൻ പഠിച്ച കുട്ടികൾക്കും അറിയാം. അപ്പോൾ നമ്മൾ ഏകദേശം മെഷർമെൻ്റൊക്കെ നമ്മളെല്ലാം ക്ലാസ്സുകളിലും പഠിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് 12 ഇഞ്ചാണ്. 1 ഫീറ്റ് എന്ന് പറഞ്ഞാൽ 12 ഇഞ്ച്, 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 2.54 സെൻറ്റിമീറ്റർ, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് സിക്സാഗ് പ്രൊഫൈൽ? സിക്സാഗ് പ്രൊഫൈൽ കട്ട് ചെയ്യുന്ന ടൂൾ ഏതാണ്? ഇതും ടൈലറിംഗ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ വന്നിരിക്കുന്നത് സിസർ, ത്രെഡ് കട്ടർ, സീം റിപ്പർ, പിങ്കിങ് സിസേഴ്സ്. ആൻസർ പിങ്കിങ് സിസർ. എന്താണ് പിങ്കിങ് സിസർ എന്ന് നമ്മുടെ ക്ലാസ്സുകളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് മൗത്ത് ഈസ് ലൈക്ക് ദാറ്റ് ഓഫ് ഈർച്ചവാൾ. ഈർച്ചവാളിൻ്റെ രീതിയിലാണ് അതിൻ്റെ വായ ഉണ്ടാവുക. ദിസ് ഈസ് ഓൾസോ മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ. ഇൻസ്റ്റെഡ് ഓഫ് ഫോൾഡിങ് ആൻഡ് സീയിങ് ടു പ്രിവെൻറ്റ് ഫ്രേയിങ്, ദീസ് സിസർ കട്ട് ദ ഫാബ്രിക് ഇൻ ടു സ്മോൾ കോർണർ. അതായത് തുണിയുടെ അരികുകൾ, നൂലുകൾ ഇളകിപ്പോകുന്നത് മടക്കി തയ്ക്കുന്നതിന് പകരം പിങ്കിങ് സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡൂയിങ് ദിസ് ഈസ് കോൾഡ് പിങ്കിങ്. ഇതിനെ പിങ്കിങ് എന്ന് പറയുന്നു. നെയിം ദ മിഡിൽ പാർട്ട് ഓഫ് ഹാൻഡ് നീഡിൽ. ഹാൻഡ് നീഡിലിൻ്റെ മിഡിൽ പാർട്ട് ഏത്? ഐ ആണോ, സ്റ്റെം ആണോ, പോയിൻ്റ് ആണോ, ഹെഡ് ആണോ? ഇതിൽ നമ്മൾ പല സ്ഥലങ്ങളിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ച് കണ്ടിട്ടില്ല. കാരണം നമ്മൾ നോർമലി ഐ എന്താണെന്നും പോയിൻ്റ് എന്താണെന്നും ഹെഡ് എന്താണെന്നും, നീഡിലിൻ്റെ മുകൾ ഭാഗം ഹെഡ് എന്നും നീഡിലിൻ്റെ പോയിൻ്റ് ഭാഗത്ത് ഐ എന്നും നീഡിലിൻ്റെ നൂലിടുന്ന ഭാഗം ഐ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം
ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, നമ്മുടെ 4 ക്വസ്റ്റ്യനിൽ നമ്മളൊരു ഓപ്ഷനിൽ 4 ക്വസ്റ്റ്യനിൽ നമുക്ക് ആൻസർ അറിയില്ലെങ്കിലും 3 ആൻസർ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ 4ാമത്തെ ആൻസർ ആയിരിക്കും, 4ാമത്തെ ഓപ്ഷൻ ആയിരിക്കും ആൻസർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്റ്റെം ആണ് ഇതിൽ ആൻസർ വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ തണ്ട് എന്ന രീതി, അതായത് നമ്മുടെ ഐ ഷാഫ്റ്റ് പോയിന്റ് ഇങ്ങനെ 3 ഭാഗങ്ങൾ കൊടുത്തിട്ട്, പക്ഷെ നമ്മൾ നടുക്കുള്ള ഭാഗത്തെ തണ്ട് അല്ലെങ്കിൽ സ്റ്റെം എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. റെമഡീസ് ഫോർ മെഷീൻ റൺസ് ഹെവിലി. മെഷീൻ നന്നായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള റെമഡീസ് എന്തായിരുന്നു? ഓയിൽ ദ മെഷീൻ പീരിയോഡിക്കലി, സ്റ്റിച്ച് റെഗുലേറ്റർ ഷുഡ് ബി സെറ്റ് കറക്റ്റ്ലി, സെറ്റ് ദ പ്രഷർ ഫുഡ് പ്രോപ്പർലി, നീഡിൽ ഫിക്സ് കറക്റ്റ്ലി. ഇത് നമ്മൾ മെഷീൻ മെയിൻ്റനൻസിൽ പറഞ്ഞ കാര്യമാണ്. ഓയിൽ ദ മെഷീൻ പീരിയോഡിക്കലി ഇതിൻ്റെ ക്ലാസ്സുകളും നോട്ടുകളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇഫ് യു ഓൺലി യൂസ് യുവർ സ്വിങ് മെഷീൻ ഒക്കേഷനലി, ക്ലീനിങ് ഇറ്റ് വൺസ് എ വീക്ക്. നമ്മൾ വല്ലപ്പോഴും ഉപയോഗിക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ എണ്ണ ഇട്ടാൽ മതി. ഇഫ് യൂസ് ഡെയിലി ദ മെഷീൻ ഷുഡ് ബി ക്ലീൻഡ് ആൻഡ് ഓൾ ഡെയിലി. നമ്മൾ ഡെയിലി ഉപയോഗിക്കുമ്പോൾ ഡെയിലി ക്ലീൻ ചെയ്യണം. ഇഫ് ദ മെഷീൻ ഈസ് വർക്കിംഗ് 24 hours ഇറ്റ് ഷുഡ് ബി ക്ലീൻഡ് ആൻഡ് ഓയിൽഡ് എവറി 8 hours. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു മെഷീൻ ഒരു ദിവസം 8 മണിക്കൂർ ഇടവിട്ടെങ്കിലും ക്ലീൻ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. വിച്ച് മെഷീൻ ഈസ് യൂസ്ഡ് ടു സ്റ്റിച്ച് അറ്റ് ദ എഡ്ജ് ഓഫ് പോക്കറ്റ്, ഫ്ലാപ്പ്, ബെൽറ്റ്, കരിയർ. നമ്മുടെ PSC എക്സാമിൻ്റെ 2 ദിവസം മുന്നേയുള്ള ലൈവ് സെഷനിൽ ഈ മെഷീനെ കുറിച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഓർക്കുന്നെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സിംഗിൾ നീഡിൽ, ഫീഡ് ഓഫ് ഫാം മെഷീൻ, ബാർ ടാക്കിംഗ്, ഫ്ലാറ്റ് ലോക്ക് മെഷീൻ. ബാർ ടാക്കിംഗ് മെഷീനാണ് പോക്കറ്റ്, ഫ്ലാപ്പ്, ബെൽറ്റ്, കരിയർ എന്നിവയുടെ എഡ്ജ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ മോക്ക് ടെസ്റ്റ് ഉൾപ്പെടുത്തുന്ന ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷീൻ ഈസ് യൂസ്ഡ് ടു സ്ട്രെങ്തൻ ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് എ പോക്കറ്റ്? ബാർ ടാക്കിംഗ് മെഷീൻ. അപ്പോൾ ഇതിൻ്റെ മാർക്ക് എല്ലാവരും വാങ്ങിയിട്ടുണ്ടാവും. നെക്സ്റ്റ്, വിച്ച് ഹോൾഡ് ദ നീഡിൽ അറ്റ് വൺ എൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ക്ലാമ്പ്. ഏത് ഭാഗമാണ് നീഡിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാമ്പിൻ്റെ സഹായത്തോടെ ഹോൾഡ് ചെയ്യുന്നതാണ് ചോദ്യം. പ്രഷർ ബാർ, നീഡിൽ ബാർ, സ്റ്റിച്ച് റെഗുലേറ്റർ, ഫേസ് പ്ലൈറ്റ്. ഇത് നമ്മൾ സ്വിങ് മെഷീൻ്റെ പാർട്സുകൾ പഠിച്ചപ്പോൾ പഠിച്ചത് കാര്യമാണ്. നീഡിൽ ബാർ ആണ് ആൻസർ വന്നിരിക്കുന്നത്. നീഡിൽ ബാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വിങ് മെഷീന്റെ പാർട്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫേസ് പ്ലേറ്റിനകത്താണ് നീഡിൽ ബാർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. നീഡിൽ ബാറിൽ നീഡിൽ ക്ലാമ്പിന്റെ സഹായത്തോടെയാണ് നീഡിൽ ഫിക്സ് ചെയ്യുന്നത്. The bottom of the long steel rod contains parts for attaching the needles. The movement of the needle bar causes the needle to rise and falls. അതായത് നീഡിൽ ഉയരുകയും താഴ്ത്തുകയും ചെയ്യുന്നത് നീഡിൽ ബാറിന്റെ സഹായത്തോടെയാണ്. Which part engages and disengages the stitching mechanism? സ്റ്റിച്ചിങ് മെക്കാനിസത്തിൽ മെഷീൻ്റെ ഏത് ഭാഗമാണ് എൻഗേജ് ആവുന്നതും ഡിസ്എൻഗേജ് ആവുന്നതും? നമ്മൾ മെഷീൻ പ്രവർത്തിപ്പിക്കാനും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ്റെ ഏത് ഭാഗമാണ്? ഫ്ലൈ വീല്, ബാലൻസ് വീല്, സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ, ത്രെഡ് ഗൈഡ്. ഇത് പലരും ചോദിച്ചൊരു ചോദ്യമാണ്. ഫ്ലൈ വീലല്ലേ മെഷീൻ പ്രവർത്തിക്കുന്നത് എന്ന്. നമ്മുടെ ക്ലാസ്സിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ ലൂസാക്കി കഴിഞ്ഞാൽ ഫ്ലൈ വീൽ കറങ്ങില്ല. അപ്പോൾ ഫ്ലൈ വീല് മാത്രം പ്രവർത്തിച്ചാൽ നമ്മുടെ സ്വിങ് മെഷീൻ പ്രവർത്തിക്കില്ല. സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ ആണ് ആൻസർ. This is the large screw in the center of the flywheel which prevent the needle bar from moving when it is sent. The thread is wound around the bobbin by embolicing the needle bar. The needle bar works when the screw is tightened and the balance wheel is turned. നമ്മൾ മെഷീനിൽ നൂല് ചുറ്റുന്ന സമയത്ത് സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ ആക്കി കഴിഞ്ഞാൽ ഫ്ലൈ വീല് കറക്കുന്ന സമയത്ത് നീഡിൽ ബാർ ചലിക്കുന്നില്ല. അന്നേരം നമ്മൾക്ക് നീഡിൽ തേയ്മാനം സംഭവിക്കില്ല. അപ്പോൾ നൂല് ചുറ്റാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ അയച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ ടൈറ്റാക്കി ഫ്ലൈ വീൽ കറക്കിയാൽ മാത്രമേ നീഡിൽ ബാർ പ്രവർത്തിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ മെഷീൻ സുഗമമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കൂ.
വാട്ട് ഈസ് ദ റീസൺ ഫോർ ഫാബ്രിക് പക്കറിങ്? ഫാബ്രിക് ചുരുങ്ങുന്നതിനുള്ള റീസൺ ഏതാണ്? വൺ ഓർ ബോത്ത് ടെൻഷൻ ടു ടൈറ്റ്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഫാബ്രിക് ചുരുങ്ങി വരാണ്. എല്ലാവരും ടൈലറിങ് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കാരണം പ്രാക്ടിക്കൽ നോളജ് അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള എക്സാമുകൾക്ക്. പുവർ ത്രെഡ്, ബോബിൻ ടു ഫുള്ള്, ഡേർട്ട് ഇൻ ദ ബോബിൻ കെയിൻസ്. ആൻസർ വന്നിരിക്കുന്നത് വൺ ഓർ ബോത്ത് ടെൻഷൻ ടു ടൈറ്റ്. ഇതും നമ്മൾ ആൻസർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ്സിൻ്റെ ബാക്കി ആ പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ടതാണ്. വൺ ഓർ ബോത്ത് ടെൻഷൻ ടു ടൈറ്റ്, സ്റ്റിച്ചസ് ടു ലോങ് ഫോർ മെറ്റീരിയൽ ബീങ് സീൻ, ബ്ലണ്ട് നീഡിൽ, ഇൻകറക്റ്റ് സൈസ് ഓഫ് നീഡിൽ ഫോർ ത്രെഡ് ആൻഡ് ഫാബ്രിക്, നീഡിൽ ബെൻഡ്, പുള്ളിംഗ് ഓഫ് മെറ്റീരിയൽ വൈൽ സ്റ്റിച്ചിങ്, പ്രഷർ ഫുഡ് ഇൻകറക്റ്റ്ലി സെറ്റ്, ക്രോസിങ് എ തിക്ക് സീം യൂസിങ് എ ടു സ്മോൾ നീഡിൽ. നമ്മൾ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അതിനകത്ത്. അതായത് ഒരുപാട് കാരണങ്ങളുണ്ട് നീഡിൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി. നമുക്ക് എക്സാമിന് വന്ന കാരണങ്ങൾ ഇതാണ്. വൺ ഓർ ബോത്ത് ടെൻഷൻ ടു ടൈറ്റ്. വിച്ച് മെഷീൻ ഈസ് യൂസ്ഡ് ഫോർ എംബ്രോയ്ഡറി വർക്ക്? എംബ്രോയ്ഡറി വർക്കിന് ഉപയോഗിക്കുന്ന മെഷീൻ ഏത്? സിക്സാഗ്, ഡബിൾ നീഡിൽ, ഓവർലോക്ക്, ഫ്ലാറ്റ് ലോക്ക്. സിക്സാഗ് മെഷീനാണ് ആൻസർ. ഈ മെഷീൻ എല്ലാവർക്കും അറിയാം. പഴയ കാലത്തെ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. എംബ്രോയ്ഡറി ഡിസൈൻ ആർ ക്രിയേറ്റഡ് ബൈ യൂസിങ് എ ബേസിക് സിക്സാഗ് സീയിങ് മെഷീൻ. ബേസിക് സിക്സാഗ് സീയിങ് മെഷീനിലാണ് എംബ്രോയ്ഡറി ഡിസൈൻ ചെയ്യുന്നത്. As this type of machine is used primarily for tailoring, it lacks the automated features of a specialized machine. The first zigzag sewing machine was patented by Helen Blanchard. Helen Blanchard ആണ് ഫസ്റ്റ് സീയിങ് മെഷീൻ പാറ്റൻറ്റ് വാങ്ങിയത്. ഫസ്റ്റ് സിക്സാഗ് സീയിങ് മെഷീൻ്റെ പാറ്റൻറ്റ് വാങ്ങിയത് ഹെലൻ ബ്ലഞ്ചാർഡ് ആണ്. വിച്ച് പാർട്ട് ഹെൽപ്പ് ദ മൂവ് ദ ക്ലോത്ത് ഫോർവേഡ് വൈൽ സീയിങ്? സീയിങ് ചെയ്യുന്ന സമയത്ത് ഏത് ഭാഗമാണ് തുണിയെ മൂവ് ചെയ്യിക്കുന്നത്? ഫീഡ് ഡോഗ് ആണോ, പ്രഷർ ഫുട്ടാണോ, സ്റ്റിച്ച് റെഗുലേറ്റർ ആണോ, ത്രെഡ് ഗൈഡ് ആണോ? സീയിങ് മെഷീൻ്റെ പാർട്സൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഫീഡ് ഡോഗ് ആണ് ആൻസർ വന്നിരിക്കുന്നത്. ഫീഡ് ഡോഗ് ഓർ ടീത്ത്. ഇറ്റ് ഈസ് ദ ടീത്ത് അണ്ടർ ദ പ്രഷർ ഫുഡ് ദാറ്റ് ദ ഹെൽപ്പ് ദ ഫാബ്രിക് മൂവ് ഫോർവേഡ് വൈൽ സീയിങ്. ത്രൂ ദ ഹോൾ ഇൻ ദ മിഡിൽ ഓഫ് ദിസ് ദ നീഡിൽ റൈസസ് ആൻഡ് ഫോൾസ് വൈൽ സീയിങ്. നമ്മൾ ക്ലാസ്സുകളിൽ കൊടുത്ത നോട്ടാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. വിച്ച് മെഷീൻ ഈസ് യൂസ്ഡ് ഫോർ ടോപ്പ് സ്റ്റിച്ചിങ്? ടോപ്പ് സ്റ്റിച്ചിന് ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണ്? സിംഗിൾ നീഡിലാണോ, ഡബിൾ നീഡിലാണോ, സിക്സാഗ് ആണോ, ഫീഡ് ഓഫ് ഫാം ആണോ? ഡബിൾ നീഡിൽ സ്റ്റിച്ച് മെഷീനാണ് നമ്മൾ ടോപ്പ് സ്റ്റിച്ചിന് ഉപയോഗിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഷർട്ടിൻ്റെ എഡ്ജസിനും അല്ലെങ്കിൽ ജീൻസിൻ്റെ ടോപ്പിലൊക്കെ ഡബിൾ നീഡിൽ സ്റ്റിച്ചാണ് കൊടുക്കാറുള്ളത്. A specific kind of sewing machine known as a double needle sewing machine has two needles in place of one. ഒരേ സ്ഥലത്ത് രണ്ട് നീഡിലുകളെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ കാണാം നമുക്ക് മെഷീനിൽ. These sewing machines are made to stitch in parallel rows, which makes them perfect for a range of tasks like hemming, top stitching and decorative stitching. ഹെമ്മിങ്ങിനും ടോപ്പ് സ്റ്റിച്ചിങ്ങും ഡെക്കറേറ്റീവ് സ്റ്റിച്ചിങ്ങും ഒക്കെയാണ് ഡബിൾ നീഡിൽ സ്റ്റിച്ച് മെഷീൻ യൂസ് ചെയ്യുന്നത്. വിച്ച് മെഷീൻ ഈസ് യൂസ്ഡ് ഫോർ ബോട്ടം ഫിനിഷിംഗ് ഇൻ ടീഷർട്ട്? ടീഷർട്ടിൻ്റെ ബോട്ടം ഫിനിഷിങ്ങിന് ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണ്? സിംഗിൾ നീഡിൽ, ഫ്ലാറ്റ് ലോക്ക്, ഓവർലോക്ക്, സിക്സാഗ്. ഫ്ലാറ്റ് ലോക്ക് മെഷീനാണ് ടീഷർട്ടിൻ്റെ ബോട്ടം ഫിനിഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. Flat lock stitching is the stitching that looks like overlocking on both sides of a seam and is often used in swimwear, sportswear, on baby's clothes, or just as a decorative exposed seam. It creates a seam that is flat and has the same appearance both inside and out. ഇൻസൈഡിലും ഔട്ട്സൈഡിലും ഒരേപോലെ സ്റ്റിച്ചുകൾ കാണപ്പെടുന്നു. ഇത് സ്വിംവിയറിലും സ്പോർട്സ് വെയറിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നിറ്റഡ് ഫാബ്രിക്കാണ്. റീസൺ ഫോർ നീഡിൽ ബ്രേക്കിംഗ്. നീഡിൽ ബ്രേക്കിങ്ങിൻ്റെ റീസൺ എന്താണ്? ഇതിൽ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ അല്ലെങ്കിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ആൻസർ ശരിക്കും പ്രഷർ ഫുഡ് കറക്റ്റ്ലി സെറ്റ് എന്നാണ് ആൻസർ വന്നിരുന്നത്. അത് തന്നെ ആയിരുന്നു ആൻസർ വേണ്ടത്. കാരണം പ്രഷർ ഫുഡ് നമുക്ക് തയ്ക്കുന്നവർക്കറിയാം, പ്രഷർ ഫുഡ് കറക്റ്റ് സെറ്റ് ആയില്ലെങ്കിൽ നീഡിലിന് തട്ടുകയും നീഡിൽ ബ്രേക്കായി പോവുകയും ചെയ്യും. പക്ഷേ ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും നെക്സ്റ്റ് ഓപ്ഷനിൽ
അതല്ല ക്വസ്റ്റ്യൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞ് PSCയെ ചലഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ആവാനാണ് സാധ്യത. ശരിക്കും നമ്മൾ നീഡിൽ ബ്രേക്ക് ടൈലറിങ് ചെയ്യുന്ന ഒരാൾക്ക് അറിയാവുന്നതാണ്. പ്രഷർ ഫുട്ട് കറക്റ്റ്ലി ഫിറ്റ് ലൂസായിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ തയ്ക്കുന്ന സമയത്ത് പ്രഷർ ഫുട്ട് ഷെയ്ക്ക് ആവുകയും അത് നീഡിലിന് കൊള്ളുകയും നീഡിൽ പൊട്ടിപ്പോവുകയും ചെയ്യും. ഇപ്പോൾ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണിത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് നാച്ചുറൽ ഫൈബർ ഈസ് ട്രൂ? നാച്ചുറൽ ഫൈബറിനെ സംബന്ധിച്ച് താഴെ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് ശരി? നാച്ചുറൽ ഫൈബേഴ്സ് ആർ ഓൾവേസ് സിന്തറ്റിക്. നാച്ചുറൽ ഫൈബേഴ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ജിയോളജിക്കൽ പ്രോസസ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. നാച്ചുറൽ ഫൈബേഴ്സ് ആർ നോട്ട് ബയോഡിഗ്രേഡബിൾ. നാച്ചുറൽ ഫൈബേഴ്സ് കനോട്ട് ബി യൂസ്ഡ് ഇൻ ഹൈടെക് ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് ബി ആണ്. അപ്പോൾ നാച്ചുറൽ ഫൈബേഴ്സിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ നോട്ട്സുകൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വി ഗെറ്റ് ദ റോ മെറ്റീരിയൽസ് ഫോർ മോസ്റ്റ് ടെക്സ്ചർ ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അപ്പാർട്ട് ഫ്രം ദിസ് ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ് ആർ ഓൾസോ യൂസ്ഡ് ടു മേക്ക് ക്ലോത്ത്സ്. കോട്ടൺ, സിൽക്ക്, ഫർ, ലിനൻ, ജൂട്ട്, ചകിരി, ആർട്ടിഫിഷ്യൽ സിൽക്ക്, ഗോൾഡ് ത്രെഡ്, സിൽവർ ത്രെഡ്, മെറ്റൽ ത്രെഡ് എക്സെട്ര ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഗാർമെൻറ്റ് ആൻഡ് ഡെക്കറേറ്റിംഗ് ഹോം. കെമിക്കൽ ആർ യൂസ്ഡ് ടു വൈറ്റൻ ആൻഡ് സ്ട്രെങ്തൻ ഫാബ്രിക്. ദിസ് ഈസ് കോൾഡ് ലോഡിംഗ്. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഫൈബേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ആനിമൽസിൽ നിന്നും പ്ലാന്റ്സിൽ നിന്നൊക്കെ ലഭിച്ചതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ടേം ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് നാച്ചുറൽ ഫൈബേഴ്സ് ദാറ്റ് ആർ ഓഫ് ഷോർട്ട് ലെങ്ത്? നാച്ചുറൽ ഫൈബർ ഷോർട്ട് ലെങ്ത് എന്ന വേർഡ് ഉപയോഗിക്കുന്നത് നാച്ചുറൽ ഫൈബറിൽ ഉപയോഗിക്കുന്നത് ഏതാണെന്നാണ് ചോദ്യം. ഫിലമെൻ്റ് ഫൈബർ, സ്റ്റാപ്പിൾ ഫൈബർ, കണ്ടിന്യൂസ് ഫൈബർ, സിന്തറ്റിക് ഫൈബർ. സ്റ്റാപ്പിൾ ഫൈബേഴ്സ് ആണ് ആൻസർ വന്നിരിക്കുന്നത്. ചെറിയ നീളമുള്ള നാരുകളെയാണ് സ്റ്റാപ്പിൾ ഫൈബർ എന്ന് പറയുന്നത്. സ്റ്റാപ്പിൾ ഫൈബർ റിഫേഴ്സ് ടു ഫൈബർ ഓഫ് എ റിലേറ്റീവ്ലി ഷോർട്ട് ലെങ്ത്. These short fibers are usually spun together to create yarn or thread for use in textile. Staple fibers can be either natural such as cotton, wool and flax or synthetic such as polyester and nylon. അപ്പോൾ കോട്ടൺ നാരുകളിൽ വൂളും ഫ്ലാക്സൊക്കെയാണ് നാച്ചുറൽ ഫൈബേഴ്സിൽ. കോട്ടൺ, വൂള്, ഫ്ലാക്സൊക്കെ സ്റ്റാപ്പിൾ ഫൈബേഴ്സാണ്. അതേപോലെ സിന്തറ്റിക്കലി പോളിസ്റ്ററും നൈലോണൊക്കെ സ്റ്റാപ്പിൾ ഫൈബേഴ്സാണ്. Which characteristics of a fabric refers to its ability to maintain its appearance and shape after repeated laundering? അതായത് റിപ്പീറ്റ് ആയിട്ട് ലോണ്ടറിങ്ങിന് ശേഷം തുണിയുടെ അപ്പിയറൻസ് അതേപോലെ നിൽക്കുന്നതിന് എന്താണ് പറയുക എന്നാണ് ചോദ്യം. നമുക്കറിയാം നമ്മുടെ തുണിയുടെ ഒരുപാട് അലക്കിയതിന് ശേഷം നമ്മുടെ തുണി അതേ ഭംഗിയും അതേ കട്ടിയും ഒക്കെ ഉണ്ടെങ്കിൽ ആ തുണിക്ക് എന്തുണ്ടെന്ന് പറയും? ഡ്യൂറബിലിറ്റി ഉണ്ടെന്ന് പറയും, അതായത് ഈടുനിൽപ്പ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ സിന്തറ്റിക് ഫൈബർ? താഴെ കൊടുത്തിരിക്കുന്നത് സിന്തറ്റിക് ഫൈബറിന് എക്സാമ്പിൾ ഏതാണ്? റയോൺ, കോട്ടൺ, നൈലോൺ, സിൽക്ക്. നമ്മൾ ഫൈബേഴ്സിനെ കുറിച്ചൊക്കെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം ആൻസർ ശരിയാക്കിയിട്ടുണ്ടാവും. നൈലോൺ ആണ് ആൻസർ വന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ മാൻമെയ്ഡ് ഫൈബർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സിന്തറ്റിക് ഫൈബർ. അപ്പോൾ നമ്മൾ എക്സ്പ്ലനേഷൻ നോട്ടുകളും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാബ്രിക് ഡിസ്ക്രൈബ് ഇറ്റ്സ് സർഫേസ് ഫിനിഷ് ആൻഡ് ഇൻഫ്ലുവൻസ് ഇറ്റ്സ് അസ്തെറ്റിക്സ് ആൻഡ് ഫങ്ഷണാലിറ്റി? തുണിയുടെ ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതിൻ്റെ സൗന്ദര്യത്തെയും അല്ലെങ്കിൽ സ്വാധീനത്തേക്ക് അതിൻ്റെ സൗന്ദര്യവും അതുപോലെ അതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ സർഫേസ് ഫിനിഷൊക്കെ നിലനിർത്തുന്നത്? നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ തുണിയുടെ ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്കങ്ങനെ കാണപ്പെടുന്നത്? അപ്പോൾ ഇൻസുലേഷൻ ആണോ, ഫ്ലെക്സിബിലിറ്റി ആണോ, ഡ്യൂറബിലിറ്റി ആണോ, അപ്പിയറൻസ് ആണോ? അപ്പിയറൻസ്. അതായത് നമുക്കറിയാം കാഴ്ചയിലുള്ള ഭംഗിയാണ് നമുക്ക് ആ തുണിയുടെ പ്രതലം ഫിനിഷായിട്ടും അല്ലെങ്കിൽ സൗന്ദര്യമുള്ളതായിട്ടും തോന്നിപ്പെടുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ 40 ക്വസ്റ്റ്യൻ 20 ക്വസ്റ്റ്യൻ ഫസ്റ്റ് പാർട്ടിലും 20 ക്വസ്റ്റ്യൻ സെക്കൻഡ് പാർട്ടിലും അങ്ങനെ 40 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ 4 ഓപ്ഷൻ്റെയും ക്വസ്റ്റ്യനും എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 40 ക്വസ്റ്റ്യൻ ആവുന്ന സമയത്ത് എത്രയായി? 120 ക്വസ്റ്റ്യൻ ആൻസറുകൾ പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസറുകൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും.
അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് എയ്ഡ് ക്ലാസ്സുകൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടാവണം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.